ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജീന. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ചുരുക്കം ചില കേസുകളിൽ ഒഴികെ ഒരു ബന്ധം മുന്നോട്ട് പോവാൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നത് എപ്പോഴും സ്ത്രീകൾ തന്നെയായിരിക്കും. ബന്ധങ്ങൾ, കടമ ഇതിനൊക്കെ ഉപരിയായി സ്നേഹം തന്നെയാണ് അവളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതും. സഹനശക്തിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സ്ത്രീകളുടെ ഗുണങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സ്ത്രീകൾ തയ്യാറാകില്ല. അതിലൊന്നാണ് ഭർത്താവിന്റെ സ്നേഹം അന്യ സ്ത്രീകളുമായി പങ്കുവെച്ചു പോകുന്നത്. ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, തന്റെ കുടുംബജീവിതത്തിന് വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീക്കും ആ ഒരു കാര്യം മാത്രം ഉൾക്കൊള്ളാനാവില്ല. ഫാമിലി വ്ളോഗ്സിന്റെ വ്യൂവേഴ്സിന് പ്രിയപ്പെട്ടവരായിരുന്നു മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന ചാനലിലെ കുഞ്ഞാറ്റയും ഇച്ചായനും. ജിസ്ബി, അമൽ എന്നിവരുടെ യഥാർത്ഥ പേരുകളേക്കാൾ ആരാധകർക്ക് പ്രിയം ഇച്ചായൻ, കുഞ്ഞാറ്റ എന്നീ ചെല്ല പേരുകളോടായിരുന്നു. സംഭവം അല്പം ക്രിഞ്ചായിട്ട് തോന്നുമെങ്കിലും മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്ന ചാനലിന്റെ വളർച്ചയ്ക്ക് ഇവരുടെ ഈ ചെല്ല പേരുകളുടെ സംഭാവന ചെറുതൊന്നുമല്ല. കാരണം മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്നോ അല്ലെങ്കിൽ ജിസ്ബി, അമൽ എന്നൊന്നും പറയാതെ ഇച്ചായന്റെ കുഞ്ഞാറ്റ എന്നീ ചെല്ലപ്പേരുകളായിരുന്നു ഇവരുടെ കൗമാരക്കാരായ ഫാൻസുകൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ജിസ്ബി മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ് എന്ന ചാനൽ തുടങ്ങിയ സമയത്തൊന്നും അത്രമേൽ റീച്ച് ഉണ്ടാവാതിരുന്ന ഇവരുടെ ചാനല് ജിസ്ബിയുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവായ അമലുമൊത്ത് ഇച്ചായൻ കുഞ്ഞാറ്റ സ്പെഷ്യൽ പതിപ്പുകൾ അപ്ലോഡ് ചെയ്തതോടെ വമ്പൻ കുതിപ്പായിരുന്നു ചാനലിനുണ്ടായത്. റീച്ച് കൂടി, സബ് കൂടി, കൗമാരക്കാരായ ആരാധകരുടെ എണ്ണം കൂടി. അങ്ങനെ ഇച്ചായൻ കുഞ്ഞാറ്റ ദമ്പതികൾ യൂട്യൂബിൽ ഒരു ചെറിയ തരംഗമായി. ഇതിനിടയിൽ ചില വിമർശനങ്ങളും ഇവർ കേട്ടിരുന്നു. പൈങ്കിളി ചാനലൊന്നും, കുട്ടികളാണ് ഇവരുടെ വ്യൂവേഴ്സ് എന്നും ഒക്കെയുള്ള കമന്റുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അത്തരം വിമർശനങ്ങളൊന്നും ഇവരുടെ റീച്ചിനെ ബാധിച്ചിരുന്നില്ല. വ്യക്തി ജീവിതത്തിലെ ചില പൊരുത്തക്കേടുകളും ഇവരുടെ ചില വീഡിയോസിലൊക്കെ കാണായിരുന്നു. അതായത് ഈ ജിസ്മി അത്യാവശ്യം മെച്ചുവേർഡ് ആയ ഒരു കുട്ടിയാണ്. ജീവിക്കാൻ വേണ്ടി ആ കുട്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നു, സ്റ്റിച്ചിങ് ചെയ്യുന്നു, നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു എന്ന് തുടങ്ങി ഒരു കുടുംബജീവിതത്തിൽ വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ മടിയൊന്നുമില്ലാതെ ആ കുട്ടി ചെയ്യുന്നുണ്ടെന്ന് അവളുടെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഭർത്താവ് അമൽ ഇതിനൊക്കെ സപ്പോർട്ട് ആണെങ്കിലും ഒരു കുടുംബജീവിതത്തിൽ ജിസ്ബി കാണിക്കുന്ന അത്രയും ആത്മാർത്ഥതയൊന്നും അമലിന്റെ ഭാഗത്തു നിന്ന് കണ്ടിട്ടില്ല. ഒരു തണുപ്പൻ പ്രതികരണമാണ് ജോലിക്കാര്യത്തിലൊക്കെ അയാൾ സ്വീകരിച്ചത്. പക്ഷെ അതൊന്നും ഇച്ചായന്റെ ആരാധികമാര് സമ്മതിച്ചേരില്ല കേട്ടോ. ഇച്ചായന്റെ കെയറിംഗ് മാത്രമായിരുന്നു ഈ ആരാധികമാരുടെ ഒക്കെ പ്രയോറിറ്റി. ഇച്ചായനെ പോലുള്ള ഭർത്താവിനെ വേണമെന്ന് ആഗ്രഹിച്ച തരുണി മണികളും ഒട്ടും കുറവല്ല. ഇടയ്ക്ക് ചില സങ്കടം പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമലുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും ജിസ്ബി ശ്രമിച്ചിരുന്നു. ഈ അമലും ജിസ്ബിയും പ്രണയ വിവാഹമാണ്. വീട്ടുകാർക്കൊന്നും അത്ര താല്പര്യമില്ലാതെയുമാണ് ആ വിവാഹം നടന്നത്. ജിസ്ബി അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് എടുത്ത് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതും ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. ഈ പ്രണയ വിവാഹങ്ങളിൽ, പ്രത്യേകിച്ചും വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ നടക്കുന്ന വിവാഹങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ തന്നെ അത് സഹിക്കാനും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, നീ തന്നെ കണ്ടുപിടിച്ചതല്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് മാക്സിമം പെൺകുട്ടികളും പ്രണയ വിവാഹത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. കുഞ്ഞാറ്റയുടെ ലൈഫിലെ സ്ഥിതിയും മറ്റൊന്നുമായിരുന്നില്ല. കേട്ടിടത്തോളം അമലുമായുള്ള ജീവിതത്തില് റീൽസിൽ നമ്മൾ കണ്ട സന്തോഷകരമായ ദാമ്പത്യമായിരുന്നില്ല പലപ്പോഴും. ചിലതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പല വീഡിയോകളിലായി ജിസ്ബി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാലും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജിസ്ബി അഡ്ജസ്റ്റ് ചെയ്തു പോയ ആ ഒരു ജീവിതം ഇന്ന് വേർപിരിഞ്ഞെന്ന് ജിസ്ബി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജിസ്ബി വിദേശത്ത് പഠിക്കാൻ പോയതോടെ പുതിയ ചെക്കനെ കണ്ട് അമലിനെ ഉപേക്ഷിച്ചു. ജിസ്ബിയുടെ അബോഷൻ കാരണം വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് തുടങ്ങി പല കാരണങ്ങളാണ് ഇവരുടെ വേർപിരിയൽ വാർത്ത വന്നത് തൊട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ അല്പം ഗൗരവമേറിയ ഒരു കാര്യമാണ് അമലിന്റെ പരസ്ത്രീ ബന്ധങ്ങൾ കാരണമാണ് ജിസ്ബിയും അമലും വേർപിരിഞ്ഞതെന്ന വാർത്ത. ജിസ്ബി ഇൻസ്റ്റയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഈ സംശയത്തിന് ഇടയാക്കുന്നത്. വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു, റെസ്പെക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാത്തതും. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് വിത്ത് സ്ക്രീൻഷോട്ട് അയച്ചു. ഇത് ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനമല്ല. 2.5 വർഷം മുമ്പ് മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവോഴ്സായി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് വെച്ചത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരുന്നു. ഓരോന്നും ആവർത്തിച്ചും പിന്നീടുള്ള ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ കാരണം. ഇതിലും ബെറ്റർ സൂയിസൈഡ് ആയിരുന്നു. അങ്ങനെ ഒരു നോട്ടും കൂടി ആ പോസ്റ്റിന്റെ കൂടെ ജിസ്ബി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ തന്നെ കുഞ്ഞാറ്റ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് വിത്ത് സ്ക്രീൻഷോട്ട് അയച്ചു എന്ന്. ആ സ്ക്രീൻഷോട്ടിലെ ഉള്ളടക്കം അവര് ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിലാക്കാം അത് അമലും മറ്റു പെൺകുട്ടികളുമായുള്ള വൾഗർ ചാറ്റുകളാണ്. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഒരു കാര്യം മാത്രം ഒരിക്കലും സഹിക്കാനാവില്ല. ഗതികേട് കൊണ്ട് 1-2 തവണ അവള് ക്ഷമിച്ചു കൊടുത്തേക്കാം. പക്ഷെ അതൊരു തുടർക്കഥയാകുമ്പോൾ മാനാഭിമാനമുള്ള ഒരു പെൺകുട്ടിയും പിന്നെ ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കില്ല. അതുവരെ അവള് ബന്ധുക്കളിൽ നിന്ന്
നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുമെന്ന് ഭയന്ന ചോദ്യങ്ങളെ എല്ലാം നേരിടാനുള്ള ഒരു ധൈര്യവും അവൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ലഭിക്കുകയും ചെയ്യും. കുഞ്ഞാറ്റ സെപ്പറേഷനെ കുറിച്ച് മുൻപിട്ട ഒരു പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്. ഐ ചൂസ് ലൈഫ്, ഐ ചൂസ് പീസ്, ഐ ചൂസ് മീ. തീർച്ചയായും ആത്മഹത്യയേക്കാൾ ഭേദം ഡിവോഴ്സ് തന്നെയാണ്. പലരും അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ടോക്സിക് ബന്ധങ്ങളിൽ കുരുങ്ങി ജീവിതം സ്വയം അവസാനിപ്പിച്ചവരാണ്. അതുല്യയും വിഭജീവവും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. നിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് തന്നെ നീ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാത്തിനും ഉപരി സ്വന്തം കുഞ്ഞിനോടും അവനവനോടും തന്നെ ആത്മാർത്ഥത ഉള്ളവളാണെന്ന് തെളിയിച്ചു ജിസ്പി. മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. താല്പര്യമില്ലാത്തൊരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതിപ്പോ ആണായാലും പെണ്ണായാലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലാണ്. സന്തോഷത്തിന് പകരം ഒന്നിനു പിറകെ ഒന്നായി സങ്കടങ്ങളും വെറുപ്പും ഡിപ്രഷനും ഒടുവിൽ ഒരു കൊലപാതകമോ ആത്മഹത്യയിലോ ജീവിതം അവസാനിപ്പിക്കലുമായി ആർക്കും ഒരു സന്തോഷവുമില്ലാതെ ഒരു ജീവിതം നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലതാണ് വേദനയോടെയാണെങ്കിലും ആ ബന്ധം വേർപിരിയുന്നത്. ജിസ്ബി പറഞ്ഞതുപോലെ ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പ്ലീസ് ചൂസ് യുവർ ലൈഫ്, ചൂസ് യുവർ ഹാപ്പിനെസ്, ചൂസ് യുവർ സെൽഫ്. എത്രയൊക്കെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിട്ടും വഞ്ചന മാത്രമാണ് തിരികെ കിട്ടുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങൂ.